നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അല്ലെങ്കിൽ അള്ളാഹത്ത് നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ മക്കളായി മൈൻഡ് ചെയ്യലില്ല. ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് മക്കൾ തിരിഞ്ഞിരിക്കുകയാണ്, പബ്ജി കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വാപ്പ വരുന്നു, വാപ്പല്ലേ ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇരുന്നത് എന്ന് പറയുന്ന കുരുത്തം കെട്ട മകനായി മാറാൻ കാരണം എന്തുകൊണ്ടാ? നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നില്ല. അവിടെയാണ് വിഷയം. നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രവാചകന്മാരെ ബഹുമാനിക്കണം. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ബഹുമാനിക്കുന്നവരാണ് മുഅ്മിൻ. ഹദ്ദാദ് ഓതലുണ്ടോ? ഹദ്ദാദ് ഓതുവങ്ങൾ ഓതലുണ്ടോ? ഹദ്ദാദ് പതിവാക്കുന്നവരെന്ന് കൈയുയർത്തിക്കും. മാഷാ അല്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഹദ്ദാദ് ഡെയിലി ഓതുന്നവനെ ആഖിബത്ത് നന്നാവും, അന്ത്യം നന്നാവും, നല്ല മരണം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പള്ളിയിൽ ഹദ്ദാദുണ്ട്. ഓതാൻ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ മുത്തല്ലിങ്ങൾ മാത്രം. എങ്ങാണം നടന്നില്ലെങ്കിൽ പള്ളിയിലെ മൂല്യാരം പറഞ്ഞു വിടും. അതാണ് കളി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അങ്ങനെയാണ് ഓതൽ മുടക്കാൻ പാടില്ല. ഓതാൻ ആരെങ്കിലും ഉണ്ടോ? ഓതാൻ ആരുമില്ല. വേണേ ഞങ്ങൾ ഓദിക്കാം, പറഞ്ഞു ഓദിക്കും. അതാണ് നടക്കുന്നത് മഹല്ലുകളിൽ. ഹദ്ദാദിന്റെയൊക്കെ മഹത്വം ഈ കൗമ അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവേ ഒറ്റ ദിവസം ഹദ്ദാദ് വിടൂല. ഹദ്ദാദ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബിദ്അത്തുകാര് കയറിക്കൂടും. പുത്തൻ പ്രസ്ഥാനക്കാർ അവിടെ അധികരിക്കും. ശ്രദ്ധിച്ചോ, ഹദ്ദാദ് ഓതുന്ന മഹല്ലത്തിൽ പുത്തൻ പ്രസ്ഥാനക്കാരുണ്ടാവൂല. കാരണം അവരെ ബിദ്അത്തുകാരെ അകറ്റും. ഹദ്ദാദ് ഓതിയാ കിട്ടുന്ന നേട്ടങ്ങളിൽ പെട്ടതാണ് ഒന്ന്. രണ്ടാമത്തത് ആഖിബത്ത് നന്നാവും, അന്ത്യം നന്നാവും, നല്ല മരണം ഉണ്ടാവും. അപകടങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ച് കലിമ ഉച്ചരിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നസീബാക്കട്ടെ. ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ മുടങ്ങാതെ ചെയ്തു നോക്കിയ നിസ്സാര കാര്യമല്ല. ഇശായിക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ആ ഹദ്ദാദ് കൂടി ഓതിയിട്ടേ പോരാവുള്ളൂ. 10 മിനിറ്റേ എടുക്കുള്ളൂ, 10 മിനിറ്റ്. പക്ഷെ അന്ത്യം നന്നാവും എന്നുള്ള ഒരു വിഷയത്തിന് വലിയ കാതലാണ്. ഒക്കെ ഉമ്മമാരൊക്കെ ശ്രദ്ധിച്ചിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ പേർലിമാണി എപ്പോഴാ പറക്കുന്നേ നോക്കിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതും നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോ. ആഖിബത്ത് നന്നാവാൻ, അന്ത്യം നന്നാവാൻ ഏറ്റവും ഉപകരിക്കും ഹദ്ദാദ്. ആ ഹദ്ദാദിൽ നമ്മൾ എപ്പോഴും ചെല്ലാറുള്ളത് ആയത്തുൽ കുർസി കഴിഞ്ഞാൽ എന്ത്? ആമന റസൂൽ. അതിൽ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കും എന്ത്? എല്ലാ പ്രവാചകന്മാരും അംഗീകരിക്കലുമുണ്ട്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. എല്ലാ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ടും അവന്റെ കിതാബുകളെ കൊണ്ടും മലായികത്തുകളെ കൊണ്ടും അവന്റേതാകുന്ന സർവ്വതിനെ കൊണ്ടും പ്രത്യേകിച്ച് നബിമാരെ കൊണ്ടും വിശ്വസിക്കുകയാണ്. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. തൗറാത്ത് എന്ന വ്യത്യാസമില്ല, ഇഞ്ചീൽ എന്നതിൽ വ്യത്യാസമില്ല, സബൂർ എന്നതിൽ വ്യത്യാസമില്ല, ഖുർആൻ എന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളെ പറ്റിയും പരിശുദ്ധമായ ഖുർആനിനെ പറ്റിയും അവൻ വിശ്വസിക്കുന്നവനാണ്. തീർന്നില്ല. വറുസുലിഹി, അവന്റെ 1,24,000 അംബിയാ മുർസലീങ്ങളെ കൊണ്ട് അവൻ പരിപൂർണമായി വിശ്വസിക്കണേ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലാ نفرق بين أحد من رسله. ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിക്കാൻ പാടില്ല, വേർതിരിവ് പാടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ആദം നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യഹ്യാ നബി അലൈഹിസ്സലാം
അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും ഇല്യാസ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴും നിനക്ക് കടന്നു വരണേ അലൈഹിസ്സലാം, അവരുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, കരുണയുണ്ടാവട്ടെ. അത് പറയാത്തവൻ മുഅ്മിനല്ല, മുഅ്മിനല്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസൂലിഹി. ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിക്കാൻ പാടില്ല. വേർതിരിക്കുന്ന മുഅ്മിനല്ല. അതൊക്കെ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കണം. ഈ ആമന റസൂൽ ഓതിയാൽ ഭയങ്കര കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നമ്മൾ ഓതുന്നുണ്ട്, പക്ഷെ അർത്ഥം അറിഞ്ഞില്ല മുസ്ലിയാർ. ഇപ്പോഴാണ് അർത്ഥം പറഞ്ഞത്. അർത്ഥം ഇതാണ്: ഒരൊറ്റ പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് പാടില്ല. ഒരു പ്രവാചകനെ കേൾക്കുമ്പോൾ മാത്രം മൂപ്പരെ മാത്രം പ്രത്യേകം മഹബത്ത്, ബാക്കിയുള്ളവർ നമ്മുടെ കാറ്റഗറിയിൽ പെട്ടതല്ല, അതിനാകാൻ പാടില്ല. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം അങ്ങനെ പറയണം. അത് വരുന്നില്ല എങ്കിൽ മനസ്സിലാക്കിയോ, നിന്റെ മനസ്സിൽ കാപട്യമുണ്ട്, എവിടെയോ പ്രശ്നമുണ്ട്, അത് നന്നാക്കി എടുക്കണം. അത് ഈ സദസ്സിലൂടെ മാറട്ടെ. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ നൽകുകയാണ്. ഇഷ്ടമുള്ളത് പ്രവർത്തിക്കണേ സുലൈമാനേ, നിനക്കിതാ രാജാധികാരം നൽകുകയാണ്. അതല്ല ഇൽമു വേണോ നിനക്ക് നാം നൽകാം, നിനക്ക് സമ്പത്ത് വേണോ നൽകാം. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ. ഈ മൂന്നാലൊന്നിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, മൂന്നും കൂടി പറ്റൂല. നമ്മളാണെങ്കിലും ഫുലൂസ് മാഫിയ അല്ലാഹ് ഉണ്ടോ ഉസ്താദേ, പൈസ വേണം അല്ലേടാ. ഷമീർ, അതിന്റെ പേര് ഷമീർ എന്നല്ലേ, റിയാസ് അല്ലേ? പഴയ ടീംസ് ഓർത്തെടുത്ത് പറഞ്ഞില്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയിപ്പോൾ അവന് ഒരു 3 ദിവസത്തേക്കൊന്നും വേണ്ട, ചായ പോലും കുടിക്കത്തില്ല. ഉസ്താദ് പേര് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊക്കെ പഴയ ടീമുകളാണ്, മസ്താമ്പളി ടീംസാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള അഹ്ലുകാർ. അല്ലാഹു ഞങ്ങളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് വേണ്ടത് ഈ 3-ൽ 1 മാത്രം. ഫഖ്താറൽ ഇൽമ, അറിവിനെ തിരഞ്ഞെടുത്തു. വേറൊന്നും വേണ്ട, എനിക്ക് ഇൽമു മതി, അറിവ് മതി. നോക്കൂ നിങ്ങൾ, ഒന്ന് രാജാധികാരമാണ്. ലോകം മുഴുവൻ കാൽച്ചുവട്ടിൽ നിൽക്കാൻ, ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള രാജാധികാരം, അധികാരം തരിക. ഒന്ന്. രണ്ടാമത്തത് സമ്പത്താണ്. ഇഷ്ടംപോലെ സമ്പത്ത്, കാലാകാല തലമുറകൾ വസിക്കാൻ മാത്രമുള്ള സമ്പത്ത് നിനക്ക് നാം നൽകാം. അല്ലാഹ് പറയാൻ, വേറെ ആരും പറയും ഓഫർ കൊടുക്കല്ല, പടച്ചവൻ കൊടുക്കാൻ. നമ്മൾ പണ്ട് പറയില്ല വരം കൊടുക്കുന്നു എന്ന് പറയുന്നില്ലേ, അതുപോലൊരു സംഭവം. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. ഇത് കെട്ടുകഥയല്ല, കാരണം പറഞ്ഞതാരാണ്? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉടനെ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഫഖ്താറൽ ഇൽമ, സുബ്ഹാനല്ലാഹ്, ഇൽമിനെ തിരഞ്ഞെടുത്തു അത്രേ. ഫൗതിയ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയാണ് അൽ മാല വൽ ഇൽമ വൽ മുൽക, രാജാധികാരം അല്ലാഹു നൽകുകയാണ്. ഈ ദുനിയാവ് മുഴുവൻ കാൽച്ചുവട്ടിലേക്ക് വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അടക്കി ഭരിക്കാനുള്ള അവസരം അല്ലാഹു നൽകുകയാണ്. ലോകം മുഴുവനും കാൽച്ചുവട്ടിലേക്ക് വെക്കുകയാണ്. തീർന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, സുലൈമാനേ, അധികാരം മാത്രമല്ല നിനക്ക് നാം നൽകുന്നത്, നിനക്കിതാ സമ്പത്ത് നൽകുകയാണ്. ഇഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കാൻ സ്വർണം വേണോ, വൈഡൂര്യം വേണോ, മാണിക്യം വേണോ, ഇഷ്ടമുള്ളത് നിനക്ക് നാം നൽകുകയാണ് സുലൈമാൻ. തീർന്നില്ല. നിനക്ക് ഈ ചോദിച്ചതാകുന്ന അറിവും നാം നിനക്ക് നൽകുകയാ. എന്തിനാണ് ഇതെല്ലാം നൽകുന്നതെന്നറിയുമോ? ലിഖ്തിയാരിഹിൽ ഇൽമ, അധികാരം വേണോ, സമ്പത്ത് വേണോ, ഇൽമു വേണോ എന്ന് ചോദിച്ചപ്പോൾ അറിവിനെ തെരഞ്ഞെടുത്തതാകുന്ന സുലൈമാൻ നബിയെ, നിങ്ങൾക്കിത് 3 നാം നൽകുകയാണ്. നിങ്ങൾക്കതാ അധികാരത്തിൻ്റെതാകുന്ന പരമോന്നതമാകുന്ന പദവി നിങ്ങൾക്ക് നാം അലങ്കരിക്കുകയാ. സമ്പത്ത് നിങ്ങളുടെ കൈവശം നാം നൽകുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമല്ലേ ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന 4 ചക്രവർത്തിമാരിൽ പ്രമുഖനല്ലേ? സോളമൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയതാകുന്ന പ്രവാചകരല്ലേ സയ്യിദുനാ സുലൈമാൻ.
വലിസുലൈമാന الريح عاصفا تجري بأمره رحاء حيث أصاب. ലോകത്തിന്റെ ഏത് കോണിലേക്ക് വേണമെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് എത്താൻ പറ്റുന്ന നിലക്കുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് കാറ്റ് മുഖേന സാധിച്ചു നൽകിയില്ലയോ? യാത്ര പോകണമെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിനെ പരവതാനിയായി സമ്മാനിച്ചിരിക്കുകയാ. ആ പരവതാനിയായി കാറ്റ് വന്നുകൊണ്ട് നിലകൊള്ളുകയാണ്, അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ സെക്കൻഡുകളിലേക്ക്, നൊടിയിലേക്ക് ബഹുമാനപ്പെട്ടവർ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവി അലങ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ പവർ ഇൽമാണ്. ഇൽമ നേടിയെടുത്തപ്പോ അദ്ദേഹത്തിന് അധികാരവും അല്ലാഹു നൽകിയത്രേ. ഇൽമിനെ തെരഞ്ഞെടുത്തപ്പോൾ അല്ലാഹു സമ്പത്തും നൽകിയത്രേ. മനസ്സിലാക്കണം, നമ്മൾ ഇൽമിന് മുൻഗണന കൊടുക്കണം, അറിവിന്. ബാക്കിയൊക്കെ ഇങ്ങ് പുറകെ പോരും, ദുനിയാവും പോരും, അധികാരം പോരും, ഒക്കെ പുറകെ വരും. നമ്മൾ എന്തിനു മുൻഗണന കൊടുക്കണം? ഇൽമിന് മുൻഗണന കൊടുക്കണം, അറിവിന്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവ് പിറകെ വരും, ഉറപ്പാണത്. ദുനിയാവ് പിറകെ വരും. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. ഈ കിടക്കുന്നതാകുന്ന അബ്ദുല്ലാഹിൽ മർസൂഖ് റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന മഹത്തുക്കളാകുന്ന സാദാത്യങ്ങൾ, മസ്താൻ പള്ളിയുടെ പരിസരത്ത് അന്തിവിശ്രമം ചെയ്യുന്ന അബ്ദുല്ലാഹിൽ മസ്താൻ റളിയല്ലാഹു അൻഹു, ഡൽഹി സുൽത്താൻ അറിയപ്പെടുന്നതായ മഹാനുഭാവൻ, ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രവിശ്യകളിൽ അന്തിവിശ്രമം ചെയ്യുന്നതായ ഏതെല്ലാം മഹത്തുക്കളുണ്ടോ, ഔലിയാക്കളുണ്ടോ, മഹാന്മാരുണ്ടോ, കരുനാഗപ്പള്ളി ശൈഖ് പള്ളിയിൽ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന 11 മശായിഖന്മാരുണ്ടോ, ഏതെല്ലാം മഹത്തുക്കളുണ്ടോ, ഔലിയാക്കളുണ്ടോ, ഈ പുറക്കാടിന്റെ ദേശത്ത് തന്നെ അന്തിവിശ്രമം ചെയ്യുന്ന എത്രയോ സാദാത്യങ്ങളുണ്ട്, എത്രയോ മശായിഖന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്. ഈ മഹത്തുക്കളെല്ലാം തന്നെ ദുനിയാവിനെ തലാക്ക് ചെല്ലിയവരാണ്, ദുനിയാവിനെ ഒഴിവാക്കിയവരാണ്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. ഈ ദുനിയാവാകുന്ന ഭൗതിക ലോകത്ത് ആഡംബര ആസ്വാദനങ്ങൾ പരിപൂർണമായി ഒഴിവാക്കുകയാണ്. കാരണം അവർക്കറിയാം ഈ ദുനിയാവ് നശ്വരമാണ്, അടുത്ത സെക്കൻഡിൽ നശിക്കുന്നതാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പ്രഥമ ഊത്ത് കടന്നതോടുകൂടി ഇതെല്ലാം കിടിലമാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഖറജത്തിൽ അർളു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها. സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പ്രഥമ ഊത്ത് കടന്നു വരുമ്പോ ഖബറ് പിളരുകയാണ്. ഭൂമിക്കൽത്തലങ്ങളിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും ഭൂമി പുറന്തോടുപോലെ വലിച്ചെറിയുകയാണ്. ഏതെല്ലാം വസ്തുക്കളാണ് ഭൂമിക്കടിയിൽ കിടക്കുന്നത്? കോടാനു ശവശരീരങ്ങൾ അന്തിവിശ്രമം ചെയ്യുകയാണ്. ഖബറിനകത്തതാ മയ്യത്തുകൾ കൊണ്ടുവന്ന് മറവാടപ്പെട്ടിരിക്കുകയാ. ഏതെല്ലാം വസ്തുക്കളെയാണ് നീ കുഴിച്ചിട്ടിരിക്കുന്നത്? ഭൂമിക്കടിയിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും ഭൂമി പുറത്തേക്ക് തള്ളിയിടുകയാണ്. ഭൂമിയുടെ പുറത്തേക്ക്, ഭൂമിക്കടിയിൽ കിടക്കുന്ന വസ്തുക്കളെ ഭൂമി പുറന്തള്ളുമ്പോ ജനങ്ങൾ ചോദിക്കുകയാണ്, മാലഹാ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചു പോയത്? യൗമഇദ് തുഹദ്ദിസു അഖ്ബാറഹാ. അതാ ഭൂമി വിളിച്ചു പറയുകയാണ്, ജനങ്ങളെ അറിയണേ, ബിഅന്ന റബ്ബക ഔഹാ ലഹാ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അവൻ എന്നോട് കൽപ്പിച്ചതാണ്. ഈ രീതിയിൽ കുലുങ്ങുന്ന സമയത്ത് ഭൂമിക്കകത്തുള്ള സർവ്വവസ്തുക്കളും പുറത്തിടാൻ വേണ്ടി അല്ലാഹു പറഞ്ഞതാണ്. ആകാശത്ത് സൃഷ്ടിച്ചതാകുന്ന പടച്ചറപ്പ്, ഭൂമിയെ സംവിധാനിച്ചതാകുന്ന അല്ലാഹു ഭൂമിയോട് കൽപ്പിച്ചതിന് പ്രകാരം ഭൂമിക്കകത്തളത്തിലുള്ള സർവ്വവസ്തു
മക്കളെ പുറത്തേക്കിടുന്ന നേരമാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അത്തരത്തിലുള്ള ഒരു രംഗം ഈ ലോകം കാണാനിരിക്കുകയാണ്. സമൂഹമേ, ലോകാവസാനം വരുകയാണ്. അതിനുവേണ്ടി എന്താണ് നിന്റെ ജീവിതത്തിൽ തയ്യാറെടുത്തിട്ടുള്ളത്? വല്ല അമലുമുണ്ടോ? ആഖിറത്തിന് വേണ്ടി നീ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത്? അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പ്രവാചകൻ ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും സ്നേഹിക്കുവാനും അവരോട് മഹബ്ബത്ത് വെച്ചുകൊണ്ട് നിലകൊള്ളുവാനും തന്റെ പ്രിയപ്പെട്ട അനുയായികളോടായി പറയുകയാണ്, സ്വഹാബ കുൻ ആലിമാ, നീ ഒരു പണ്ഡിതനാകണേ. നിനക്ക് പറ്റുമെങ്കിൽ ഇൽമു പഠിക്കാൻ വേണ്ടി നിന്റെ സമയത്തെ ചെലവഴിക്കണേ. ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടാണെങ്കിലും അറിവ് സമ്പാദിക്കാൻ നിലകൊള്ളണേ. ഈ ഇരിക്കുന്നതാകും മുത്തഅല്ലിമീങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സൗഭാഗ്യം വന്നവരാണ്. കാരണം മക്കളെ ദീനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ടവരാണ്. എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതാകുന്ന ഖുർആൻ, എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതാകുന്ന വിശുദ്ധമായ ദീനിന്റെ ശാഖോപശാഖകൾ, തഫ്സീറുകൾ, ഹദീസുകൾ, നിദാന ശാസ്ത്രങ്ങൾ എന്റെ മക്കളിലൂടെ ഈ ലോകത്തുണ്ടാവണേ. ആഖിറത്തെ സമ്പാദിക്കാനത് കാരണമാണ്. കുൻ ആലിമാ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലയോ ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി, നീ ഒരു പണ്ഡിതനാകണേ. ഔ മുതഅല്ലിമാ, അല്ലെങ്കിൽ വിവരം പഠിക്കുന്നതായ വിദ്യാർത്ഥിയാകണേ. ഔ മുസ്തമിആ, വാല് കേൾക്കുന്നവനാകണേ, അറിവ് നുകരുന്നവനാകണേ. ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ നീ സമയം കണ്ടെത്തണേ. അത് കേൾക്കുന്നതിലൂടെ നീ ആഖിറത്തെ ചിന്തിക്കാൻ കാരണമാകും, അല്ലാഹുവിനെ പഠിക്കാൻ കാരണമാകും, അവന്റെ ഹബീബിനെ കുറിച്ച് തിരിച്ചറിയാൻ കാരണമാകും. ഇൽമു പഠിക്കുന്നതിലൂടെ നിന്റെ ഹൃദയം വിശാലമാകും, ആത്മീയമാകുന്ന പോച്ചല പ്രഭയുള്ളതായി മാറും. നിന്റെ നമസ്കാരങ്ങൾക്ക് ശാക്തീകരണം ഉണ്ടാകും, നീ കൊടുക്കുന്ന സക്കാത്തുകൾക്ക് ഫലമുണ്ടാകും, നീ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക് ഖുശൂ ഉണ്ടാകും, നിന്റെ വുളൂഇന് മാറ്റുകൂടും, നിന്റെ നമസ്കാരങ്ങൾക്ക് ആഖിറത്തിന് വേണ്ടിയുള്ളതായി മാറുന്നത് നിന്റെ അമലുകൾക്കൊക്കെ സ്വീകാര്യത ലഭിക്കാൻ കാരണമാണ്. അതുകൊണ്ട് നീ പണ്ഡിതനാവുകയോ അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമാകുകയോ അല്ലെങ്കിൽ ദീൻ കേൾക്കുന്നവനാകുകയോ ചെയ്യണേ. ഔ മുഹിബ്ബാ. നാലാമതായി റസൂലുള്ളാഹി പറയുകയാണ്, ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും ഇഷ്ടം വെക്കുന്നവനാകണേ, അവരോട് പ്രിയം വെക്കുന്നവനാകണേ. വലാ തകുൻ ഖാമിസാ. അഞ്ചാമത്തെ ഒരു വിഭാഗത്തിലേക്ക് നീ പോകരുതേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. പുറക്കാട് സയ്യിദ് അവറുകളുടെ മസാറിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമരം ഉസ്താദ് ചോദിക്കട്ടെ, ആഖിറത്തിന് വേണ്ടി നീ ഇൽമു പഠിച്ചവനാണോ? ആഖിറത്തെ സമ്പാദിക്കാൻ മുത്തഅല്ലിമായി നിലകൊണ്ടവനാണോ? ആഖിറത്തെ സമ്പാദിക്കാൻ ദീൻ കേൾക്കുന്നവനായി നിന്റെ സമയത്തെ നീ ചെലവഴിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യയുടെയും നിന്റെ മക്കളുടെയും സമയങ്ങളെ ചെലവഴിച്ചിട്ടുണ്ടോ? ഔ മുഹിബ്ബാ. ആഖിറത്തെ സമ്പാദിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും ഇഷ്ടം വെച്ചോ? എന്തിനാണ് സയ്യിദ് അവറുകളുടെ ആണ്ട് നേർച്ച വർഷം തോറും ഇത്ര കെങ്കേമമായി നടത്തുന്നത്? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചമായി അവർക്ക് ആത്മീയമാകുന്ന ഭവരെത്തുന്നതായ പുറക്കാട് സയ്യിദ് അവറുകളുടെ മസാറിലേക്ക് എന്തുകൊണ്ടാണ് ഇതര സമുദായത്തിലെ സഹോദര സഹോദരിമാരടക്കം ഇവിടേക്ക് ഒഴുകി വരുന്നത്? എന്തുകൊണ്ടാണ്? അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവനിലൂടെ, അവരെ കൊണ്ട് തേടലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ സദുദ്ദേശങ്ങളും പൂർത്തീകരിക്കുകയാണ്. അതവരുടെ വിശ്വാസമാണ്, അവരുടെ ആചാരമാണ്, അവരുടെ മനസ്സിൽ വലിയ കടാവിളക്കായി സൂക്ഷിക്കുകയാണ്. കാരണം ഇൽമിന്റെ മഹാനാണ്. അവർ നിറഞ്ഞു തുളുമ്പുന്നത് ആ പ്രഭ ഈ പുറക്കാടും പരിസരത്തും വാരി വിതറിയത്, ഇവിടേക്ക് ജനങ്ങൾ ആകർഷിച്ചത് ഇന്നത്തെ ദിവസത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലും വരാനിരിക്കുന്ന ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോഴും വാഹനം നിർത്തിയിട്ട് വന്നുകൊണ്ട് പൈസ കൊണ്ടുവന്ന് വഞ്ചിയിലേക്ക് ഇടുന്നതും അവരുടെ ഹൃദയത്തിൽ ഒരു ബന്ധം കൊടുത്തതും അല്ലാഹുവാണ്. എന്തേ കാരണം? അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചതായ ഇൽമാ, അവരുടെ അറിവാണ്.
അവർക്ക് അല്ലാഹു നൽകിയ ഇൽമാണ്. ആ ഇൽമിന്റെ പ്രകാശം അതിങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ചപ്പോ ആളുകളിലേക്ക് ആകർഷണം തുടങ്ങി, ജനങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. പ്രതീക്ഷ വെക്കാത്ത ആളുകളൊക്കെ ഇവിടെ വരികയാണ്. അവർക്ക് കിട്ടിയ ഇൽമിന്റെ നൂറാനിയത്ത്, ആ പ്രകാശം ഒപ്പിയെടുക്കാൻ അതിനു വേണ്ടിയിട്ടാണ് വന്നത്. ഇതൊരു പ്രകാശമാണ്. അള്ളാഹു ആ പ്രകാശം നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അത് അണയാതെ കെടാതെ മുന്നോട്ട് പോകണം, മുറിയാതെ പോകണം. അതിനാണ് ഇത്തരത്തിലുള്ള ഇൽമിന്റെ മജ്‌ലിസ്. ആണ്ട് നിറച്ച് വരുമ്പോൾ ഒരു 5 ദിവസം വാള് വെക്കും. ആ വാള് വെക്കുന്ന സദസ്സിൽ നമ്മൾ പങ്കെടുക്കണം, നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കണം. തലവേദനയാണ് കൈവേദനയാണെന്ന് പറഞ്ഞ് മാറിക്കടന്നാൽ ഹലാക്ക്, ഉള്ളതും കൂടി പോയി. ആകെ കിട്ടിയിരുന്ന ഒരു ഇൽമാണ് സ്ത്രീകൾക്ക് ഇതില്. അപ്പൊ അതില് പരീക്ഷയുണ്ട്, എക്സാം ഉണ്ട്, കൈവേദനയാണ് കാലുവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ ഉള്ളതും കൂടി പോകും. അതുകൊണ്ട് കിട്ടുന്ന സദസ്സ് ഉപയോഗപ്പെടുത്തണം, വന്ന് അറിവ് സമ്പാദിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അവർക്കാണ് ഇത്തരത്തിലുള്ള ചാൻസുകൾ കുറയുക. കിട്ടുന്ന അറിവ് നല്ല ഇൽമുള്ള സദസ്സുകൾ പോയി അറിവ് സമ്പാദിച്ചെടുക്കണം. പ്രത്യേകിച്ച് അവരുടെ ശബ്ദത്തിൽ നിന്നാകുമ്പോൾ ഒരു നൂറാനിയത്ത്, ഒരു പ്രകാശം നമുക്ക് കിട്ടും. ഈ പ്രകാശം കൊണ്ടാണ് ആഖിറത്തിൽ രക്ഷപ്പെടുക. ഇതെല്ലാം പ്രവാചകന്മാര് നേടിയെടുത്തതാണ്. എല്ലാ പ്രവാചകരും, സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് കൊണ്ടാണ്. ഖുർആൻ തന്നെ എത്രയോ പ്രവാചകന്മാരെ പറയുന്നുണ്ട്. ഇൽമ നേടിയെടുത്തതാകുന്ന ആളുകളല്ലേ പ്രവാചകന്മാർ മുഴുവനും. അതിലൂടെയല്ലേ ജനങ്ങളെ ആകർഷിച്ചത്. എന്ത് ചോദിച്ചാലും മറുപടി, കൃത്യമായ മറുപടി. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആലോചിക്കേണ്ട. അള്ളാഹു അത്തരത്തിൽ അറിവുള്ളവരാക്കി അവരെ മാറ്റി. ഇൽമ വേണം, അറിവുണ്ടെങ്കിലേ അവന് ബഹുമാനവും ആദരവും ലഭിക്കുകയുള്ളൂ. ഒന്നുമില്ലാതെ എന്നെ ആദരിക്കണമെന്ന് പറഞ്ഞ രക്ഷയുണ്ടാവൂല. ഇൽമുണ്ടെങ്കിൽ ജനങ്ങൾ വിലവെക്കും, ആദരിക്കും, ബഹുമാനമുണ്ടാകും, ആദരവുണ്ടാകും. അതിന് ഉദാഹരണമാണ് ഈ മഹാന്മാർ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നതിന്റെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഒരു ചെറിയ പ്രകാശം എപ്പോ വേണമെങ്കിലും അണഞ്ഞു പോകാം. അണയാതെ മുറിയാതെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതിനാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം 5 വഖത്ത് നിസ്കാരത്തിലും 17 പ്രാവശ്യം അള്ളാഹുവിനോട് നാം അറിയാതെ തന്നെ ചോദിച്ചു വരുന്നുണ്ട്. എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഒരു മോമിനായ മനുഷ്യൻ ഒരു ദിവസം 17 തവണ അള്ളാഹുവിനോട് ചോദിക്കൽ നിർബന്ധമായ ഒരു ദുആ ഉണ്ടെങ്കിൽ അത് ഏതാണത്? ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. കാരണം ഫാത്തിഹ സൂറത്ത് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിൽ ഇമാമു മോദനം, മഅ്മൂമു ഓതണം. ഇമാമുമായി നേരത്തെ വന്ന് പിന്തുടർന്നവർക്കാണല്ലോ എന്ത് പറയാ? മഅ്മൂം. മറ്റേത് മസ്ബൂക്കാണ്, പിന്തുടർന്നവൻ. അവന് ഫാത്തിഹയില്ല. അവൻ ഇമാമിനോടൊപ്പം വന്ന് നേരെ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന അനക്കമടങ്ങി ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ എത്തിച്ചാൽ ആ റക്അത്ത് കിട്ടി. അവന് ഫാത്തിഹ ഓതാൻ പറ്റിയെന്നില്ല. നേരത്തെ വന്ന് തുടർന്നവൻ എന്താണ്? മഅ്മൂമാണ്. അങ്ങനെ മഅ്മൂമായി തുടർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തും ഓതണം, ഫാത്തിഹയും ഓതണം. തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ കൂടി ശരിക്കും മനസ്സിലാക്കണേ. ഷാഫി മദ്ഹബ് ബ്രിക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഷാഫിയാണ് നമ്മുടെ മദ്ഹബ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കും. ഫാത്തിഹ ഓതുമ്പോൾ തറാവീഹ് നിസ്കാരത്തിലാണെങ്കിൽ പോലും ഇമാമും ഓതണം. ഇമാമിനോട് പിന്തുടർന്ന് നിൽക്കുന്ന മഅ്മൂമും ഫാത്തിഹ ഓതണം, നിർബന്ധം. ഇമാമിന്റെ നല്ല മുസ്ലിയാരെ കൊള്ള എന്ത് എന്നിട്ട് ഇവൻ റുക്കോയിലോട്ട് പോവാ, ഫാത്തിഹയും ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് തുപ്പാൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്, അത് മാത്രം മറക്കത്തില്ല. രണ്ടറക്കാത്ത് കഴിയുമ്പോൾ അത് മാത്രം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഫാത്തിഹ ഓതണം, ഇമ്മ കയ്യട്ടി അനങ്ങാതിരുന്നാ പോരാ. മല്ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത ല, നബി മുഹമ്മദ് മുസ്തഫ. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നിസ്കാരം പരിഗണിക്കൂല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊന്നും മിക്ക ആളുകൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ചെറിയ വിഷയമാണ്, പക്ഷെ ഗൗരവമുള്ള വിഷയമാണ്. നിസ്കാരം ഉണ്ടാവൂല, കാര്യമായിട്ട് അവിടെ വന്ന് തലയും കുത്തി മറിഞ്ഞായിട്ട് ഗണിക്കപ്പെടും. എന്തോതണം? ഫാത്തിഹ ഓതണം. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഉസ്താദിന്റെ ഓത്ത് കേട്ടല്ലോ, പറ്റൂല. ഓത്ത് കേട്ടാ പോരാ, ഫാത്തിഹ അവിടെ നിന്ന് ഓതി തീർന്നാൽ ഉടനെ നീ എന്തോതണം? ഫാത്തിഹ സൂറത്ത് ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾക്കൊക്കെ കബൂലിയത്ത് അള്ളാഹു നൽകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, നമുക്കെല്ലാം അറിയാന്നുള്ളൊരു ധാരണയാണ്. ഒന്നും അറിയില്ല, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. ഇതിപ്പോ ഒരു ഭാഗമാണ് പറഞ്ഞത്. എത്രയോ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മളൊരു ക്ലാസ്സും കേൾക്കുന്നില്ല.
നാട്ടിൽ ദറസുണ്ടെങ്കിൽ 10 മുത്തല്ലിങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന നേരത്തെങ്കിലും അതിനെ ചാരത്ത് വന്നിരുന്നാൽ വെറുതെ നാട്ടിലിരിക്കാൻ, വീട്ടിൽ വെറുതെയാണ്. ആ ദറസിൽ വന്ന് പങ്കെടുത്തൊരു മൂലയ്ക്കിരുന്നാൽ ഇൽമു പഠിച്ചതിന്റെ കൂലി ലഭിക്കും, ധാരാളം അറിവും സമ്പാദിക്കാൻ പറ്റും. ഉസ്താദിനോട് ചോദിക്കണം, ഉസ്താദെ കർമ്മശാസ്ത്രത്തിന് ക്ലാസ് എപ്പോഴാണ്? ഫിഖ് കർമ്മശാസ്ത്രം എപ്പോഴാണ് പറയുന്നത്? നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന ക്ലാസ് എപ്പോഴാണ്? അപ്പോൾ ഉസ്താദ് പറയും ഇന്ന സമയത്താണ്, ആ സമയത്ത് പോയാൽ മതി. മറ്റേത് നിനക്കൊന്നും തിരിയൂല. ഫാല എന്ന് പറഞ്ഞ് നീ അവിടെ ഇരുന്നിട്ട് ഫാല എന്ന് പറഞ്ഞു വേറൊന്നും നിനക്ക് സർഫൊക്കെ ആയിരിക്കും, അഹവ് ഒന്നും ചിലപ്പോൾ കിട്ടൂല. ഇൽമുൽ ബയാന്, ബദിയോ ഒക്കെ മറ്റു വിഷയങ്ങൾ, റിസാല, ഫലക്ക്, അതൊന്നും നിനക്ക് തലയ്ക്ക് കയറൂല, പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവൂല. അപ്പൊ നിനക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി അതൊന്നും അല്ലാതെ തന്നെ ഉസ്താദുമാരോട് പോയിട്ട് മസലകൾ ചോദിക്കാം. അറിവില്ലാത്ത നമ്മൾ ചോദിക്കണം. യാതൊരു മടിയും വിചാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത്, ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടമാണ്. സ്വഹാബത്ത് യാത്ര ചെയ്തു വരുമ്പോൾ ഒരു വ്യക്തി വലിയ അശുദ്ധിക്കാരനാണ്. അദ്ദേഹത്തിന് മുറിവ് പറ്റി, തലയ്ക്കാണ് മുറിവ് പറ്റിയത്. അപ്പൊ അദ്ദേഹത്തിന് നമസ്കാരത്തിന്റെ സമയമായപ്പോൾ എങ്ങനെയാണ് മസ്അല? അവർക്കിടയിൽ തന്നെ ചർച്ചയായി. നബി അവിടെ സ്ഥലത്തില്ല, വിധങ്ങൾ മദീനയിലാണുള്ളത്. അപ്പൊ ചിലര് പറഞ്ഞു കുളിക്കണം എന്ന് പറഞ്ഞു, തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മതി, പിന്നീട് ആ നിസ്കാരം ഖളാ വീട്ടാം. പക്ഷെ അദ്ദേഹത്തോട് പല രീതിക്കുള്ള ഇജ്തിഹാദ് പറഞ്ഞ് ആകെ ഇടങ്ങേറാക്കി. സ്വഹാബിയാണെന്ന് ഓർക്കണം. അദ്ദേഹം സ്വഹാബത്തിന്റെ ചിലരുടെ നിർബന്ധ നിമിത്തമായിട്ട് കുളിച്ചു. കുളിയിലൂടെ ഉണ്ടായിത്തീർന്ന രക്തം തലയ്ക്ക് പൊട്ടലാണ്. രക്തം നല്ലതുപോലെ വാർന്നു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മദീന എത്തുന്നതിന് മുമ്പ് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹദീസാണിത്, ഞാൻ ചുരുക്കി പറയാൻ. ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കടുത്ത ഭാഷയിൽ അവരോട് പറഞ്ഞു, അറിവില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ടേ? എന്ത് വിവരക്കേടാണ് നിങ്ങൾ കാണിച്ചത്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടു. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണ്. ദീൻ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, സ്വഹാബത്ത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, മസലകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഒരാളുടെ മരണത്തിലേക്ക് പോലും എത്തിക്കാൻ കാരണമായി തീരുന്നു. നമ്മൾ സ്വന്തം ഇജ്തിഹാദ് ചെയ്യാണ്. ഇപ്പോഴും അങ്ങനെ മുജ്തഹിദീങ്ങളായി മാറുകയാണ് നമ്മൾ. അതങ്ങനെ ആയിക്കൂടെ? അങ്ങനെ എന്ത് വിഷയം വന്നാലും നമ്മൾ അങ്ങോട്ട് മറ്റുള്ള ഒരു രാജ്യത്തിലേക്ക്, അവിടെ സൗദിയിൽ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനോട് ഖിയാസാക്കാണ്. ദീൻ പഠിക്കാനേ തയ്യാറാകുന്നില്ല. ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് കൊണ്ട് ഇജ്തിഹാദ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക. ഭർത്താവ് മരിച്ചതാകുന്ന ഭാര്യ 4 മാസവും 10 ദിവസവും ഇരിക്കണം, നിർബന്ധം. ഖുർആൻ പറഞ്ഞതാ. നമ്മളാണെങ്കിലോ 40 ദിവസം കഴിയും ടാറ്റ ബൈ ബൈ. പിന്നെ ഉണ്ട് മുല്ലക്കൽ ചെറുപ്പിനിരിക്കണം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും. ആണോ അല്ലേ? പിന്നെ ഉണ്ട് ഉമ്മായ നോക്കുമ്പോ അവിടെയാണ് ഉള്ളത്. സംഭവം എന്താ? 40 ദിവസം. 40 ദിവസം ആരാ പറഞ്ഞത്? അങ്ങനെ എവിടെയില്ല. والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഭർത്താവ് മരിച്ചതാകുന്ന ഭാര്യമാർ തീർച്ചയായും അവർ തീർച്ചയായും അവർ ശ്രദ്ധിക്കണേ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണേ. പരിശുദ്ധമായ ഖുർആൻ 4 മാസം 10 ദിവസം ഖുർആന്റെ കൽപ്പനയാണ്. അതിന് പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് തഅബ്ബുദിയാണ്. നമുക്ക് പലതും ചിന്തിക്കാം, ഗർഭം ഉണ്ടോ എന്ന് നോക്കാനാണ്. അതൊന്നുമില്ല, അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തായിരുന്നു, ഗർഭമൊന്നുമില്ല, എന്നാൽ ഇനി ഇരിക്കണോ? വേണ്ട, അങ്ങനെയല്ല. തഅബ്ബുദിയാണ്. അതിന്റെ കാരണം പറയേണ്ടതില്ല, അള്ളാഹ് പറഞ്ഞതിന്റെ പേരിൽ ഇരിക്കുക. അങ്ങനെ തന്നെയാണ് ആ ഇമ്മത്തുകൾ രേഖപ്പെടുത്തിയത്. ചില കാര്യങ്ങൾ അതിലുണ്ട്. അതിന് ഇദ്ദ ആചരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് എടുക്കണ്ട. ചിലർക്ക് ഭയങ്കര സംഭവമായിട്ട് എടുക്കാൻ. ഇദ്ദ ആചരിക്കുന്ന സമയത്ത് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിക്കണം, ഉസ്താദ് ആരൊക്കെയാണ് കാണാൻ പറ്റുന്നത്, ആരൊക്കെയാണ് കാണാൻ പറ്റാത്തത്? ഇദ്ദ ആചരിക്കുന്നതിന് മുമ്പും നിനക്ക് അതേ മസലയാണ്, ഇദ്ദ ആചരിച്ചതിന് ശേഷം ആ മസലയാണ്. അറിയോ? നീ ഇന്നുവരെ അത് പഠിച്ചിട്ടില്ല. ഇദ്ദ ആചരിക്കുന്ന സമയത്ത് മാത്രം ഒരു മസല വന്നു, അങ്ങനെയൊന്നും എവിടെയും മസലയില്ല. ഇദ്ദ ഇരിക്കുന്നതിന് മുമ്പ് ആരെയൊക്കെ കാണാൻ പറ്റുമോ അവരെയൊക്കെ ഇദ്ദ ആചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും.
ഇദ്ദ ഇരിക്കുന്ന സമയത്ത് ആരെയൊക്കെ കാണാൻ പറ്റത്തില്ലായിരുന്നുവോ ദീനിൽ, അവരെയൊക്കെ തന്നെ കാണാനും പറ്റൂല. അതാരൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്തതാണ് പ്രശ്നം. നമ്മൾ നാട്ടുകാരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്, ബന്ധുക്കാരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് ഓൾറെഡി. ഇതിങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോഴത്തേക്ക് മുസ്ലിയാരെ എങ്ങനെയാന്ന് ചോദിച്ചു വിളിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു മസല അറിയുന്നില്ല, പഠിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഇൽമ എന്തൊക്കെ വിഷയങ്ങൾ വേണമെന്നുള്ളതാണ് ഈ സൂചന നൽകാൻ. നമുക്കെല്ലാം അറിയാം, എന്നാ ഒന്നും അറിയില്ല. അതാണ് ഈ പറഞ്ഞത്. ഭർത്താവ് കാലാകാലം ജീവിച്ചിരിക്കുവോ? ഇല്ല, ഏത് സെക്കൻഡിലും മരണം ഉണ്ടാവാം. ഒരു പക്ഷേ ചിലപ്പോൾ ഭാര്യയായിരിക്കാം ആദ്യം മരണപ്പെട്ടു പോകുന്നത്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. പെട്ടെന്ന് അങ്ങനെ ഭർത്താവ് പൊടുന്നേരെ മരണപ്പെട്ടു പോയി. ഭാര്യ, നീ അറിയണം ഇദ്ദാചരണം എങ്ങനെയാണ്. ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി സാധാരണ രീതിയിൽ കഴിയുന്നത് പോലെ തന്നെ ദീനിയായ ചിട്ടയായ ജീവിതം നയിക്കുക, അതാണ് ഇദ്ദാചരണം. അല്ലാതെ ഏതെങ്കിലും റൂമിൽ കൊണ്ട് പൂട്ടിയിടലോ, ചിലർ അങ്ങനെ മനസ്സിലാക്കിയവരുണ്ട്. അങ്ങനൊന്നുമല്ല. അവർക്ക് അവരുടേതാകുന്ന വീടുകളിൽ തന്നെ റാഹത്തായ നിലയിൽ സാധാരണ കഴിയുന്നത് പോലെ തന്നെ കഴിയാം. അന്യ പുരുഷന്മാരിൽ നിന്ന് ഒഴിവായി പുരുഷന്മാരിൽ തന്നെ ആരെയാണോ ദീനിൽ കാണാൻ വേണ്ടി അള്ളാഹു അനുവദിച്ചിട്ടുള്ളത് അവരെ കാണുകയും ചെയ്യാം ആവശ്യത്തിന്. നിസ്കാരത്തിന് സമയമായാൽ ശുദ്ധിയുള്ള സമയത്താണെങ്കിൽ കറക്റ്റായി നിസ്കാരം നിർവഹിക്കുക. ആഭരണങ്ങളൊക്കെ ഒഴിവാക്കുക. അതാണല്ലോ ആർഭാടങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ. ആഭരണങ്ങളൊക്കെ ഒഴിവാക്കി എപ്പോഴും ശുദ്ധിയോടുകൂടിയും വൃത്തിയോടുകൂടിയും കുളിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ അത്തറും മറ്റു കാര്യങ്ങളൊന്നും പൂശാതെ തന്നെ ഒരു റൂമിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക. മരണത്തെ ചിന്തിക്കുക. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടുപോയി, അടുത്ത ഞാനും മരണപ്പെട്ടു പോകും. നല്ലൊരു മരണവും നല്ലൊരു ദിവസവും നല്ലൊരു സമയവും എനിക്ക് ലഭിക്കണം. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോകുമ്പോൾ നാട്ടുകാരൊക്കെ വന്നു ചേർന്നു, ദുആ ചെയ്യുന്നു. ഉസ്താദുമാർ വന്നു, ഉലമാക്കൾ വന്നു, ഉമറാക്കൾ വന്നു. എല്ലാവരും നല്ലത് മാത്രമാണ് പറയുന്നത്. നാളെ ഞാനും മരണപ്പെട്ടു പോകുമ്പോൾ 10 പേര് നന്മ പറയണം എന്ന ചിന്ത അവിടെ ഉണ്ടാവണം. ആവശ്യമില്ലാത്ത കറക്കം, അതുവരെ ഉണ്ടായിരുന്നതാകുന്ന ചാട്ടം, പുറത്തോട്ടൊക്കെ മാസത്തിൽ പുറത്തിങ്ങനെ ഇറങ്ങായിരുന്നു, അതൊക്കെ ഒഴിവാക്കുക. 4 മാസവും 10 ദിവസവും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുക. ഒരു മോമിനത്തായ സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ രീതിയിൽ അവൾ പരിശുദ്ധമായ ദീനനുസരിച്ച് നിലകൊള്ള ഖുർആൻ ഓതാൻ അറിയുന്നവളാണെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഖത്മ് തീർക്കട്ടെ ഭർത്താവിന്റെ പേര്. ഒരു ഖത്ത് ഓതിയിട്ടുണ്ട്, 3 കൊല്ലം ഓതി ഊതുകയാണ്, അതെല്ലാവർക്കും അറിയാം. എന്നിട്ട് 3 ഖത്ത് ഓതിയത്. ഇപ്പൊ ഏറ്റവും വലിയ ഫാഷൻ എന്താ? മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് 40 ആകുമ്പോൾ ദ്വാരക്കാൻ പറയുമ്പോൾ തന്നെ 50 ഖത്ത് ഓതി എന്ന് പറയും. ആരാ ഓതിയെന്ന് ചോദിച്ചാൽ ഓതിയവന് അറിവില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞേക്കാണ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി. ഞാൻ ഒരു ഹത്തോ പച്ചക്കള്ളം പറയരുത്, പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിൽ. 3 കുൽഹുവല്ലാഹ് ഊതിയിട്ട് ഞാൻ ഓതിയെന്ന് പറയുന്ന പരിപാടി ഖത്മിൽ നടക്കത്തില്ല. ഖുർആൻ ഖത്മ് തീർത്തെന്ന് പറഞ്ഞാൽ മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി, ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതണം. അത് നല്ല വൃത്തിയായിട്ട് ഓതണം. അങ്ങനെ ഓതിയതിന് ശേഷം അതിന്റെ തത്തുല്യമായ പ്രതിഫലം ഇന്ന ആളിലേക്ക് ഹദിയ ചെയ്യണം, എങ്കിലേ നിനക്ക് അയാൾക്ക് വേണ്ടി ഓതിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഒരു ഖത്ത് ഓതി വെച്ചിരിക്കുകയാണ്, എന്നിട്ട് അതിന്റെ മിസ്ല സവാബ് ഉസ്താദ്മാർ ദ്വാരക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പിടിപ്പിക്കുകയാണ്. എളാമ മരിച്ചപ്പോഴത്തേക്കും, കൊച്ചുമ്മ മരിക്കുമ്പോഴും നമ്മുടെ വക, മൂത്താപ്പ മരിക്കുമ്പോഴും നമ്മുടെ വക. ആകെ ഒരു ഖത്വ ജീവിതത്തിൽ ഓതിയത്. എല്ലാവർക്കും ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം കൊടുക്കുക. എപ്പോഴും ഇവങ്ങടെ അത് പറ്റൂല. അതാണ്, അതൊക്കെ ഉഡായിപ്പ് പരിപാടികളാണ്. അവരവർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ കൂലി കിട്ടൂലേ? കൂലിയൊക്കെ കിട്ടും, പക്ഷെ നീ ചെയ്യുന്നത് നീചവൃത്തിയാണ്. എങ്ങനെ? ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ. അവർ മനസ്സിലാക്കി നീ ഒരു ഖത്മ് തന്നെ ഇവർക്ക് കൊടുത്തെന്നാണ്. സംഭവം ജീവിതത്തിൽ ഓതി വെച്ച ഒറ്റ ഖത്തമാണ്, എന്നിട്ട് അത് നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. അത് പറ്റൂല. വളരെ ശ്രദ്ധിക്കണം സഹോദരിമാർ, ശ്രദ്ധിക്കുക. ആ ഇദ്ദ ഇരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 ഓതി തീർക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 രീതിയിലുള്ള മോചനമുണ്ട്. ഒന്ന് നരകീയ മോചനമുണ്ട്, മറ്റൊന്ന് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട്. 2 രീതിയിലുള്ളത്. ഒന്ന് വലിയ മോചനം, മറ്റൊന്ന് ചെറിയ മോചനം. പണ്ഡിതന്മാർ പഠിപ്പിക്കുക. ഈ 2 മോചനവും കിട്ടാൻ സാധ്യമാണ്. ഒന്ന്, നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കാൻ 70,000 തഹ്ലീൽ ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യണം. ഇമാമികൾ രേഖപ്പെടുത്തും. അതാണ് നമ്മൾ സാധാരണ മരിച്ചതിന് ശേഷം തഹ്ലീൽ ചൊല്ലുന്നത്. മനസ്സിലായിക്കോ? അതിനൊക്കെ അടിസ്ഥാനമുണ്ട്. ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം 7 അയ്യാം. മരണപ്പെട്ടതിന് ശേഷം മുഅ്മിനായ മനുഷ്യനാണോ, അവന്റെ ഖബറിൽ 7 ദിവസം വരെ ചോദ്യമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അതാണ് 7ന്റെ അന്ന് വരെ. ഫകാനൂ സഹാബത്തായിരുന്നു ആ ദിവസം വരെ അയ്യുതൈമുൻഹും തിൽക്കല്ലയ്യാം, ആ 7 ദിവസം വരെ ആളുകൾക്ക് ഭക്ഷണ വിതരണം നടത്തിയിരുന്നു. സഹാബത്തിന്റെ പ്രവർത്തനം അതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം താഊസ് റളിയല്ലാഹു അൻഹു, താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ് സയ്യിദുനാ താഊസ് റളിയല്ലാഹു അൻഹു. സഹാബത്തിന്റെ പ്രവർത്തനം കണ്ട് പരിചയിച്ച വ്യക്തി. സഹാബത്ത് കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള വിഭാഗമാണല്ലോ ആര്? താബിഈങ്ങൾ. അവരിൽ പ്രമുഖനായ താഊസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫകാനു യുസ്തഹബ്ബൂന അൻ യുത്ഇമ അൻഹും തിൽക്കൽ അയ്യാം, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി 7 ദിവസം വരെ ഭക്ഷണം വിതരണം നടത്തിയിരുന്നു. കുടുംബക്കാര് മറ്റുള്ളവരെ സൽക്കരിക്കുക. എങ്ങനെ? ഇതിന്റെ നിയ്യത്ത് വെക്കണം. ഇത് പൊറോട്ടയും കോഴിയും ചിക്കനും ഒക്കെ അടിച്ചിട്ട് റാഹത്തായിട്ട് ആളെ കാരണം ആ പരിപാടിയല്ല. ഇത് ദുആ ചെയ്യിപ്പിക്കുകയാണ്. ആർക്ക് വേണ്ടി? ഇതിന്റെ കൂലി എൻ്റെ വാപ്പാക്ക് കൊടുക്കണം, ഇതിന്റെ കൂലി എൻ്റെ ഉമ്മാക്ക് കിട്ടണം എന്ന നിയ്യത്തിൽ. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ കരുതിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക. അത് ആരുടെ ശൈലിയിൽപ്പെട്ടതായിരുന്നു? സ്വഹാബത്തിന്റെ ശൈലിയിൽപ്പെട്ടതാണ്. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനമാണ് എന്ത്? ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മരണപ്പെട്ട് 7 ദിവസം വരെ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. 3 നടത്തുന്നതിന് 7 നടത്തുന്നതിനേക്കുള്ള തെളിവാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. മനസ്സിലായിക്കോണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.